പച്ചമീൻ ഇല്ലെങ്കിൽ ഒരിച്ചിരി ഉണക്കമീനെങ്കിലും വേണം. അപ്പോൾ നമ്മളിന്ന് ഒരു ഉണക്കമീൻ വറക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ. ഇതിന് നമ്മൾ ചുമന്നുള്ളിയും കറിവേപ്പിലയും എടുത്തു. എൻ്റെ കറിവേപ്പില ഇച്ചിരി കേടായി പോയതായിരുന്നു. അപ്പോൾ ഈ ചുമന്നുള്ളി അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കണം. ഞാനിതുപോലെ ഒരു കവറയിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് ചതഞ്ഞ് കിട്ടും. എന്നിട്ട് ഉണക്കമീൻ വറുത്തതുകൊണ്ട് അതും എടുത്തിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം. അതും ഇതുപോലെ നല്ലപോലെ അങ്ങ് പൊടിയുകയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. മുള്ളുള്ളതാണെ ആ മുള്ള ആ സമയത്ത് അങ്ങ് മാറ്റിക്കളയണം. ഉണക്കമീൻ വറുത്ത ചട്ടിയിൽ തന്നെ ഒരിച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു, നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. പിന്നെ ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ല ക്രിസ്പി ആയിട്ട് വഴണം കേട്ടോ. ഒരിച്ചിരി കളർ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഇനി പൊടികൾ ചേർക്കാൻ പോവുകയാണേ. ഇതേപോലെയാണ് വഴണ്ടേണ്ടത്. ഇത്രയൊന്ന് പിന്നെ ബ്രൗൺ കളർ അവിടെ മഞ്ഞപ്പൊടി ചേർത്തു. ഇനിയുള്ളത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇച്ചിരി ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വഴറ്റി മീനും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്കമീൻ വറുത്തത് റെഡിയാകും. നമ്മൾ നോർമലായിട്ട് വറുക്കുന്നതിനെക്കാട്ടി ചോറിനൊക്കെ ഇത് ഒരുപാട് ടേസ്റ്റാണ്. പിന്നെ എനിക്കുള്ളത് ചോറുണ്ടായിരുന്നു. അതായത് ഞാൻ വെച്ചത് വെള്ളച്ചോറല്ല, ചുമന്ന ചോറാണ്. പിന്നെ നമ്മുടെ അടിപൊളി ഐറ്റമാണ്. പിന്നെ വെള്ള നാരങ്ങയുടെ അച്ചാർ, നാരങ്ങ വെള്ള അച്ചാർ, വെള്ള നാരങ്ങ അച്ചാറല്ല കേട്ടോ, വെള്ള നാരങ്ങ വെള്ള അച്ചാർ. പിന്നെ പയറ് മെഴുക്കുവരട്ടി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഊണ് വിശേഷങ്ങൾ.